ഹായ് എവ്രി വൺ. അങ്ങനെ എല്ലാവരും കഴിഞ്ഞ 4 ചാപ്റ്റേഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും ചെയ്ത് പഠിച്ചോ? നമുക്ക് 4 ചാപ്റ്ററും വരുന്നത് ഒരു പ്രാക്ടിക്കൽ സെഷൻ ആയിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്കിനി പുതിയ ചാപ്റ്ററിലേക്ക് പോയാലോ? സോ വെൽക്കം ടു എക്സാം പോയിന്റ്. ഇന്ന് നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ICT, അതായത് നമ്മുടെ IT-ലെ 5th ചാപ്റ്ററായ നെറ്റ്വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ നോട്ട്സ് എല്ലാം മിസ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മാക്സിമം പബ്ലിഷേഴ്സിന് എക്സാം പോയിന്റ് എന്ന ഗൈഡിൽ നിന്നാണ്. ഈ ഒരു ഗൈഡ് നിങ്ങൾക്കും റെഫർ ചെയ്യാവുന്നതാണ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ നോട്ട്സും സാമ്പിൾ പ്രോബ്ലംസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതോടെ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നുകൂടെ ഈസി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ നേരത്തെ പഠിച്ച ചാപ്റ്റേഴ്സിനേക്കാൾ ഒരു ഇത്തിരി ഡിഫറെൻ്റ് ആണ്. വേറൊന്നുമല്ല, ഇത് കംപ്ലീറ്റ് തിയറിയാണ്. ഓക്കെ, നമുക്കിതിൽ പ്രാക്ടിക്കൽ ഒന്നുമില്ല. ഈ 5th ചാപ്റ്റർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്ന ഈ ഒരു ചാപ്റ്റർ ഫുള്ള് നമുക്ക് തിയറിയാണ്. അപ്പോൾ നമുക്കൊരു കഥ പോലെ ചുമ്മാ ഈസി ആയിട്ട് പഠിക്കാവുന്നേ ഉള്ളൂ. എന്താണ് നെറ്റ്വർക്കിംഗ്, ആ നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്യണം, അതിന് കുറച്ച് പ്രോട്ടോകോൾസ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്റർ തുടങ്ങിയാലോ? ആദ്യം തന്നെ എന്താണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത് അറിയണ്ടേ. നമ്മുടെ നെറ്റ്വർക്കും ഇൻ്റർനെറ്റും സെയിം ആണോ? അല്ല, അത് നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ്. നെറ്റ്വർക്ക് തന്നെയല്ലേ ഇൻ്റർനെറ്റ് എന്നുള്ളത്? രണ്ടും രണ്ടാണ്. ഓക്കെ, അപ്പം നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സിസ്റ്റം ഒന്നിച്ച് കണക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതായി ഒരു ഫിഗർ നോക്കിക്കേ. നമ്മളിവിടെ ലാപ്ടോപ്പ് ഉണ്ട്, കീബോർഡ്, മൗസ്, ഹെഡ്ഫോൺ, പിന്നെന്താ നമുക്ക് പറയുന്നത്, പ്രിൻ്റർ വന്നിട്ടുണ്ട്, ലാപ്ടോപ്പ് വേറെ. അപ്പോൾ ഇതെല്ലാം കൂടി ഒരുമിച്ച് കണക്ട് ചെയ്ത് വെക്കുന്നതിനെയാണ് നമ്മളൊരു നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനായിരിക്കും നമ്മൾ ഇതൊക്കെ കൂടി കണക്ട് ചെയ്ത് വെക്കുന്നത്? ഇതിൽ ഇൻഫോർമേഷൻസ് ഒക്കെ പരസ്പരം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കണക്ട് ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ സ്കൂളുകളിലൊക്കെ നോക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു ഹോസ്പിറ്റലിലൊക്കെ പോവുകയാണെങ്കിൽ അവിടുത്തെ എല്ലാ സിസ്റ്റവും കണക്റ്റഡ് ആയിരിക്കും. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങളിപ്പോൾ താഴെ ഒരു സ്ഥലത്ത് നിങ്ങളൊരു ഇൻഫോർമേഷൻ നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അത് മറ്റൊരു സ്ഥലത്ത് അത് സെയിം അവർക്കത് കിട്ടുന്നുണ്ടാകും, അത് അവൈലബിൾ ആയിരിക്കും. അതായത് ഇവർക്ക് ഈ ഇൻഫോർമേഷൻസ് പരസ്പരം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെറ്റ്വർക്കിംഗ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡെഫിനിഷൻ നോക്കിക്കേ. The process of connecting computers so that they can exchange information is called computer networking. ഓക്കെ, അതായത് ഒരു പ്രോസസ്സാണ്. എന്താണ് ആ പ്രോസസ്സ്? നമ്മുടെ കമ്പ്യൂട്ടേഴ്സിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ടു എക്സ്ചേഞ്ച് ഇൻഫോർമേഷൻ. ഓക്കെ, ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടേഴ്സ് തമ്മിൽ കണക്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പോൾ വിവരങ്ങൾ പരസ്പരം കൈമാറത്തക്ക വിധത്തിൽ കമ്പ്യൂട്ടറുകളെ ബന്ധിപ്പിക്കുന്നതിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ കമ്പ്യൂട്ടർ മാത്രമല്ല വരിക, മറ്റ് ഡിവൈസുകളൊക്കെ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതായത് സ്കാനർ, പ്രിൻ്ററും അതുപോലെ സ്പീക്കർ, അങ്ങനെ എന്ത് ഡിവൈസുകളുണ്ടോ അതെല്ലാം നമ്മളിതിൽ കണക്ട് ചെയ്യുന്നതിനെയാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇത് കണക്ട് ചെയ്യണമെങ്കിൽ ഇതിന് എന്തെങ്കിലുമൊക്കെ വേണ്ടേ? അതായത് കേബിളും വയറും മറ്റൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്കിതൊക്കെ കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കേബിളാണ് UTP കേബിൾ, അഥവാ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫുൾ ഫോം നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് തിയറി ക്വസ്റ്റ്യൻസിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് UTP കേബിളിൻ്റെ ഫുൾ ഫോം. ഓക്കെ, അപ്പോൾ എന്താണ് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ? അപ്പോൾ ഈ ഒരു പേരിൽ നിന്ന് എന്ത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്? പെയറായിട്ടാണ് ഈ കേബിൾ കാണുന്നത്, അതുപോലെ തന്നെ ട്വിസ്റ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ആ ഫിഗർ നോക്കിക്കേ. നമുക്ക് 4 പെയറായിട്ടാണ് ആ കേബിൾസ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഇവിടെ ഒരു ബ്ലൂവും വൈറ്റും കൂടെ ഉണ്ട്, ദെൻ ഓറഞ്ച് വിത്ത് വൈറ്റ്, ബ്രൗൺ ആൻഡ് വൈറ്റ്, ദെൻ ഗ്രീൻ വിത്ത് വൈറ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 പെയറായിട്ട് 8 കേബിൾ നമുക്കിവിടെ കാണാം അല്ലേ? നോക്കിക്കേ, 8 വയേഴ്സ് ആർ ദർ. 8 വയേഴ്സ് ഉണ്ട്. അത് 4 പെയറായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെങ്ങനെ വെച്ചിരിക്കുന്നത് നോക്കിക്കേ. ട്വിസ്റ്റ് ചെയ്താണ് വെച്ചിരിക്കുന്നത് അല്ലേ? അത് കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക്. അങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ടാണ് അതിന് എന്ത് വിളിക്കുന്നത്? അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ട്വിസ്റ്റഡ് ആണ്, പെയർ ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓർമ്മയുണ്ടല്ലോ അതിൻ്റെ ഫീച്ചേഴ്സ് ഓർത്തിരിക്കുക. ഇവിടെയും നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. എത്ര പെയർ ആയിട്ടാണ്, അതായത് UTP കേബിൾസ് എത്ര പെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നതെന്ന് ചോദിക്കും. ഓപ്ഷനായിട്ട് വേണമെങ്കിൽ 4, 8, 12, 6 എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ കൺഫ്യൂസ്ഡ് ആവരുത്. 8 വയർ 4 പെയർ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ കളറിലുണ്ട്? ഗ്രീൻ, ബ്രൗൺ, ഓറഞ്ച് ആൻഡ് ബ്ലൂ. അപ്പോൾ ഈ 4 കളറിലാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. സോ ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക് ക്യാൻ ബി കണക്റ്റഡ് ബൈ ദിസ് കേബിൾ. അപ്പോൾ ഒരു നെറ്റ്വർക്കിലുള്ള
കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കേബിൾ ഏതാണ്? UTP കേബിൾ, അല്ലെങ്കിൽ അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ എന്ന് നമുക്ക് പറയാം. ക്ലിയർ അല്ലേ? അപ്പോൾ കേബിൾ എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. നമ്മൾ നെറ്റ്വർക്കിംഗ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ നെറ്റ്വർക്കിലേക്ക് ഈ കമ്പ്യൂട്ടേഴ്സിനെ കണക്ട് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു കേബിൾ ആണെന്ന് പറഞ്ഞു. ആ കേബിളാണ് UTP കേബിൾ. ഓക്കെ, അപ്പോൾ അടുത്തത് വരുന്നതാണ് RJ45 കണക്ടർ. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫുൾ ഫോം ഉണ്ട്. ഈ RJ എന്ന് പറയുന്നത് രജിസ്റ്റേർഡ് ജാക്ക് എന്നാണ്. ഓക്കെ, സോ രജിസ്റ്റേർഡ് ജാക്ക് 45 എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. എല്ലാത്തിൻ്റെ ഫുൾ ഫോം നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് എല്ലാ ചാപ്റ്ററിലും ഇതുപോലെ ഫുൾ ഫോംസ് ഉണ്ടാകും. അപ്പോൾ അതെല്ലാം നോട്ട് ചെയ്ത് തന്നെ അത് പഠിച്ചു വെക്കാം. ഓക്കെ, സോ RJ45 കണക്ടർ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി കേബിൾ പറഞ്ഞല്ലേ, ഈ UTP കേബിൾ പറഞ്ഞു. ഈ കേബിൾ നമുക്ക് ഇങ്ങനെ തന്നെ നേരെ കണക്ട് ചെയ്യാൻ പറ്റുമോ കമ്പ്യൂട്ടറിലേക്ക്? പറ്റില്ലല്ലോ. അപ്പോൾ ഈ കേബിളിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഒരു കണക്ടറാണ്, കണ്ടോ ഈ 4 കേബിൾസ് ഇവിടെ നോക്കിക്കേ. ബ്രൗണിലും ബ്ലൂ, അതുപോലെ ഓറഞ്ച്, ഗ്രീൻ, ഈ 4 കളറിലും ആ ട്വിസ്റ്റഡ് കേബിൾസ് ഇവിടെ കാണാം. ഈ കേബിൾസ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു കണക്ടർ, അതിനെയാണ് നമ്മൾ RJ45 കണക്ടർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ the UTP cable is connected to the computer by using this RJ45 connector. അപ്പോൾ ഈ UTP കേബിള് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യുന്നത് ഏത് വഴിയാ? ഈ ഒരു RJ45 കണക്ടർ വഴിയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ ഓൾറെഡി പറഞ്ഞു നെറ്റ്വർക്ക് ഉണ്ട്. നെറ്റ്വർക്കിലേക്ക് കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാൻ നമുക്കൊരു കേബിൾ വേണം. ആ കേബിളാണ് UTP കേബിൾ. ദെൻ ആ കേബിൾ നേരെ നമുക്ക് കുത്താൻ പറ്റുമോ? പറ്റില്ല അല്ലേ? അപ്പോൾ ആ ഒരു കേബിളിനെ മൊത്തത്തിൽ കണക്ട് ചെയ്തിരിക്കുന്ന കണക്ടറാണ് ഈ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലേക്കാണിത് ഈ വയേഴ്സ് നമ്മൾ കണക്ട് ചെയ്ത് വെക്കുന്നത്. ആ കണക്ടറിനെ വിളിക്കുന്ന പേരാണ് RJ45 കണക്ടർ. ഓക്കെ, അപ്പോൾ ഈ കണക്ടറിൻ്റെ എഡ്ജ്, അതായത് ഈ വയേഴ്സിൻ്റെ ഒക്കെ എഡ്ജൊക്കെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂൾ ഉണ്ട്. ആ ടൂളിനെയാണ് നമ്മൾ ക്രിമ്മിങ് ടൂൾ എന്ന് പറയുന്നത്. കണ്ടോ, ക്രിമ്മിങ് ടൂൾ ഇതാണ് ആ ടൂൾ. ഈ ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ വയർ ഈ കണക്ടറിലേക്ക് കണക്ട് ചെയ്ത് വെക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏത് ടൂളാണ് നോക്കിക്കേ. The RJ45 connectors are attached to the end of the network cables using a tool called crimping tool. അപ്പോൾ നമ്മുടെ നെറ്റ്വർക്ക് കേബിൾസിലേക്ക് ഈ RJ45 കണക്ടറിനെ അറ്റാച്ച് ചെയ്യുന്നത് ഈ ഒരു ടൂളിൻ്റെ ഹെൽപ്പോട് കൂടിയാണ്. അപ്പോൾ അത്രയും ക്ലിയർ ആയോ? നമുക്ക് നെറ്റ്വർക്ക് ഉണ്ട്, അതുപോലെ തന്നെ ആ നെറ്റ്വർക്കിലേക്ക് കമ്പ്യൂട്ടറിനെ കണക്ട് ചെയ്യാനായിട്ടൊരു കേബിൾ വേണം. ആ കേബിളാണ് UTP കേബിൾ. ഈ കേബിളിൻ്റെ അറ്റത്ത് വരുന്ന ഒരു കണക്ടറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? RJ45 കണക്ടർ എന്ന് പറയുന്നത്. ഇതിനെ നെറ്റ്വർക്ക് കേബിളിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. ഇത്രയും ക്ലിയർ ആണല്ലോ? RJ45 കണക്ടർ പറഞ്ഞതുപോലെ തന്നെ നമുക്കൊരു വേറൊരു കണക്ടർ കൂടിയുണ്ട്. അതാണ് RJ11 കണക്ടർ. ഓക്കെ, അപ്പോൾ ഈ RJ11 കണക്ടർ എവിടെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മുടെ ടെലിഫോൺ കേബിൾസിൽ. ഓക്കെ, നമ്മുടെ വീട്ടിലേക്കൊക്കെ കിട്ടുന്ന ടെലിഫോൺ കേബിൾസിൻ്റെ എൻഡിൽ കണക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു RJ11 കണക്ടറാണ്. അപ്പോൾ അതും ഓർത്ത് വെച്ചേക്കാം. ഇതും ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. RJ45 കണക്ടറും ചോദിക്കും, RJ11 കണക്ടറും തരും. എന്നിട്ട് ഇത് രണ്ടും തന്നിട്ട് ഇതിൽ ഏതാണ് ടെലിഫോൺ കേബിളിലേക്ക് അറ്റാച്ച് ചെയ്യുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ഏതാണ് അതിൻ്റെ ആൻസർ? RJ11 ആണ്. അപ്പോൾ RJ45 ഏതിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ UTP കേബിളിൻ്റെ അവിടെ കണക്ട് ചെയ്യാനായിട്ടും. അപ്പോൾ ക്ലിയർ ആണല്ലോ? അത് മാറിപ്പോകരുത്. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് ഹബ് ആൻഡ് സ്വിച്ച്. എന്താണ് ഈ ഹബും സ്വിച്ചും എന്ന് അറിയോ? ഇതിൻ്റെ രണ്ടിൻ്റെയും ആക്ടിവിറ്റി ഒന്നാണ്. അതായത് നമ്മളൊരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. നെറ്റ്വർക്കിൽ കുറേ ഡിവൈസുകൾ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത് തമ്മിൽ എന്ത് ചെയ്യും? കുറേ ഇൻഫോർമേഷൻസും ഡേറ്റാസും ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുമെന്ന് നമ്മൾ പറഞ്ഞില്ലേ? അപ്പോൾ ഇതിനൊരു കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും വേണ്ടേ? ഇങ്ങനെ ഇൻഫോർമേഷൻസ് ഒക്കെ എക്സ്ചേഞ്ച് ചെയ്യുമ്പോഴേക്കും ഒരു ലിമിറ്റ് ഇല്ലാതെ, അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ കൺട്രോൾ ചെയ്യാതെ അത് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഈ ഒരു ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹബും സ്വിച്ചും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ യൂസ് എന്താ? ഇറ്റ്സ് യൂസ്ഡ് ടു കൺട്രോൾ ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സിൻ്റെ നെറ്റ്വർക്ക്. അത് രണ്ട് സെയിം തന്നെയാണ് സ്വിച്ചിൻ്റെ ഫങ്ഷൻ. ഓക്കെ, അതായത് നമ്മുടെ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സുകൾ തമ്മിലുള്ള ഇൻഫോർമേഷൻ്റെ എക്സ്ചേഞ്ച്, ഓക്കെ, എക്സ്ചേഞ്ച് ഓഫ് ഇൻഫർമേഷൻസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരുള്ളത്? ഈ ഒരു ഹബും സ്വിച്ചും ഉള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ടേബിളായിട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തമ്മിൽ എന്തോ ഡിഫറൻസ് ഉണ്ട് അല്ലേ? അപ്പോൾ ഒരേ ഫങ്ഷൻ ചെയ്യുന്ന രണ്ടെണ്ണം ഒരേപോലെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും?
നമ്മുടെ ഹബിൻ്റെ ഫങ്ഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറേ ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമുക്ക് ഇത് ഹബ്ബാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹബിന് ചുറ്റുമായിട്ടും നമുക്ക് കുറേ ഡിവൈസുകളുണ്ട്. ഇതൊക്കെ കുറേ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ സ്കാനറോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ, ഇങ്ങനെ കുറേ ഡിവൈസുകൾ ഈ ഒരു ഹബിന് ചുറ്റുമായിട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇതിനെ നമുക്ക് എ എന്ന് വിളിക്കാം, ഇതിന് ഞാൻ സി എന്ന് വിളിച്ചു. ഓക്കെ, ജസ്റ്റ് ഞാനൊരു പേര് കൊടുത്തുന്നുള്ളൂ. അപ്പോൾ എയ്ക്ക് സിയിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം. ഓക്കെ, എന്താണ്? എയ്ക്ക് സിയിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണം. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് ഹബ്ബാണ്. ഓക്കെ, അപ്പോൾ ഹബ്ബാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഈ എ പാസ് ചെയ്യുന്ന ഇൻഫർമേഷൻ ഈ ഹബ്ബ് ചെന്നിട്ട് ഇതിലെ എല്ലാവർക്കും നമ്മൾ അയച്ചു കൊടുക്കും. ഓക്കെ, എന്ത് ചെയ്യും? ഈ എ തരുന്ന ഇൻഫർമേഷൻ ആ നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിനും അയച്ചു കൊടുത്തിട്ട് ആർക്കാണോ അത് വേണ്ടത് അവരത് എടുത്തോളാം, ബാക്കിയുള്ളത് റിജക്റ്റ് ചെയ്യാം. അങ്ങനെയാണ് ഹബിൻ്റെ പരിപാടി. ഓക്കെ, എന്താണ്? നമുക്ക് ഏതെങ്കിലും ഒരു സിസ്റ്റത്തിന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഒരു ഇൻറ്റൻഡഡ് കമ്പ്യൂട്ടറിലേക്ക് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്ന് പറയാണ്. പക്ഷെ നമ്മുടെ ഹബ് എന്താ ചെയ്യുന്നത്? ആ ഒരു ഇൻഫർമേഷൻ ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടറിലേക്കും പാസ് ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അത് ആവശ്യമുള്ളത് ആരാണോ അത് അക്സെപ്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ളവർ അതിനെ റിജക്റ്റ് ചെയ്യുക. അതാണ് നമ്മൾ ഹബ്ബ് പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ട്രാഫിക് ഭയങ്കര കൂടുതലായിരിക്കില്ലേ? കാരണം ഇത് ഭയങ്കരമായിട്ട് എല്ലായിടത്തേക്കും ഇങ്ങനെ പാസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ട്രാഫിക് കൂടും. അതുപോലെ തന്നെ ആ മെസ്സേജിൻ്റെ സ്പീഡും കുറയും. ആ മെസ്സേജ് അയച്ച് അവരുടെ അടുത്തേക്ക് എത്താനുള്ള സ്പീഡും കുറയും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടുത്തെ ഹബിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയുന്നത്. ഓക്കെ, നോക്കിക്കേ, ഇറ്റ് സെൻഡ്സ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ടു ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക്. കണ്ടോ, എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും ഈ ഒരു ഡേറ്റ അവർ എത്തിക്കും. ഹെൻസ് ദ ട്രാഫിക് ഈസ് ഹൈ. ട്രാഫിക് ഹൈ ആയിരിക്കും, സ്പീഡ് ലോ ആയിരിക്കും. പിന്നെ ഈ ഒരു ഹബ് എന്ന് പറയുന്നത് ചീപ്പറാണ്. നമുക്ക് വളരെ ചീപ്പ് റേറ്റിൽ നമുക്ക് ഹബ്ബ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹബിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇറ്റ്സ് യൂസ്ഡ് ടു കൺട്രോൾ ദ എക്സ്ചേഞ്ച് ഓഫ് ഇൻഫോർമേഷൻ ബിറ്റ്വീൻ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക് ആൻഡ് ഇറ്റ് സെൻഡ്സ് ദ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ ടു ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ ദ നെറ്റ്വർക്ക്. ഹെൻസ് ദ ട്രാഫിക് ഈസ് ഹൈ ആൻഡ് ദ സ്പീഡ് ഈസ് ലോ. ഓക്കെ, അപ്പോൾ സ്വിച്ച് ആണെങ്കിൽ എന്താണെന്ന് നോക്കിക്കേ, ഇവിടെ ഓൾറെഡി ഒരു പ്രോബ്ലം ഉണ്ടല്ലേ. ആ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ ആയിട്ടാണ് നമ്മുടെ സ്വിച്ച് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഇപ്പോൾ സ്വിച്ച് ആണെന്ന് വിചാരിക്കാം. നമ്മൾ ഹബിന് പകരം ഇവിടെ നമ്മൾ സ്വിച്ച് ആണ് വെക്കുന്നതെങ്കിൽ എക്ക് സിയിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ സ്വിച്ച് എന്ത് ചെയ്യും? കറക്റ്റായിട്ട് എയിൽ നിന്നത് വാങ്ങിച്ച് സിയിലേക്ക് കൊടുക്കും. വേറെ ആർക്കും അത് കൊടുക്കില്ല. ഓക്കെ, ആർക്കാണോ ഏത് ഇൻറ്റൻഡഡ് കമ്പ്യൂട്ടറിലേക്കാണോ അത് കൊടുക്കേണ്ടത് അവരിലേക്കായിരിക്കും സ്വിച്ച് ആ ഇൻഫർമേഷൻ എത്തിക്കുക. അതാണ് സ്വിച്ചിൻ്റെ ഫങ്ഷൻ. നോക്കിക്കേ, ഇറ്റ് സെൻഡ്സ് ഡേറ്റ ആൻഡ് ഇൻഫർമേഷൻ ടു ദി ഇൻറ്റൻഡഡ് കമ്പ്യൂട്ടേഴ്സ് ഓൺലി. ആർക്കാണോ അത് എത്തിക്കേണ്ടത് അവരിലേക്ക് മാത്രമേ സ്വിച്ച് ആ ഒരു ഇൻഫർമേഷൻ കൊണ്ട് എത്തിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കുന്നത്? അവിടെ ട്രാഫിക് ലോ ആയിരിക്കും. കാരണം എങ്ങോട്ടാണ് പോകുന്നത് അങ്ങോട്ട് മാത്രമല്ലേ ഇത് പോകുന്നുള്ളൂ, വേറെ എങ്ങോട്ടത് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ട്രാഫിക് ലോ ആയിരിക്കും, ദെൻ സ്പീഡ് ഹൈ ആയിരിക്കും. പെട്ടെന്ന് തന്നെ അത് എത്തേണ്ട അടുത്ത് എത്തിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു ഹബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ്. ഇത് ചീപ്പറാണ്, അപ്പോൾ സ്വിച്ച് എന്തായാലും അത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, സോ ഇത് ചീപ്പറാണ്, അതുപോലെ തന്നെ ഇത് എക്സ്പെൻസീവും ആണ്. അപ്പം മെയിൻ ആയിട്ടുള്ള ഇതിൻ്റെ ഡിഫറൻസ് എന്താ നമ്മൾ പറയേണ്ടത്? ഈ ഒരു പോയിന്റ് ആണ് ഇതിൻ്റെ മെയിൻ ആയിട്ട് വരുന്നത്. ഹബ് എന്ന് പറയുമ്പോഴേക്കും അത് ഇൻഫർമേഷൻ എല്ലാ കമ്പ്യൂട്ടറിലേക്കും പാസ് ചെയ്യും. എന്നാൽ സ്വിച്ച് എന്ന് പറയുന്നത് അത് ആരിലേക്കാണോ എത്തേണ്ടത് അവരിലേക്ക് മാത്രമായിരിക്കും എത്തിക്കുക. അപ്പോൾ ഈ ഒരു ഹബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? അപ്പോൾ അടുത്തത് പറയുന്നതാണ് മോഡം. മോഡം നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ വൈഫൈ കണക്ഷനൊക്കെ ഉള്ളവർക്കൊക്കെ മോഡമൊക്കെ കേട്ട് നല്ല പരിചയം ഉണ്ടാവും, കണ്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഈ ഒരു മോഡം എന്ന് പറയുന്നത് ഒരു 2-in-1 ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മോഡം എന്ന പേരിൽ ഈ പേര് വന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? നമ്മൾ പറഞ്ഞു ഇതൊരു 2-in-1 ഡിവൈസ് ആണെന്ന് പറഞ്ഞു. അതായത് ഇവിടെ 2 ഫങ്ഷൻ നടക്കുന്നുണ്ട്. അതാണ് മോഡുലേഷനും ഡിമോഡുലേഷനും. അപ്പോൾ ഈ ഒരു മോഡുലേഷൻ അല്ലെങ്കിൽ മോഡുലേറ്ററിൻ്റെ ഫസ്റ്റ് 2 ലെറ്റേഴ്സിലെ MOയും ഡിമോഡുലേറ്ററിൻ്റെ ഫസ്റ്റ് 3 ലെറ്റേഴ്സായ DEM, ഈ ഇതിലെ ഫസ്റ്റ് 2 ലെറ്ററും ഇതിലെ ഫസ്റ്റ് 3 ലെറ്ററും കൂടെ ചേർത്തിട്ടാണ് മോഡം എന്ന പേര് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം?
ഇവിടെ 2 ഫംഗ്ഷൻ ഉണ്ട്, മോഡുലേഷനും ഡീമോഡുലേഷനും. ഓക്കെ, ഇനി എന്താണ് മോഡം, എന്തിനാണ് നമ്മൾ മോഡം യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുക, അതായത് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻസ് അതിൻ്റെ അകത്ത് നിന്നൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യാൻ നോക്കുകയാണെങ്കിലും എന്തെങ്കിലും ഡേറ്റാസ് ഒക്കെ നിങ്ങൾ സേവ് ചെയ്യുമ്പോഴും അത് ഏത് ഫോർമാറ്റിലാണ് നിങ്ങൾക്ക് കിട്ടുക? ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലല്ലേ. അതായത് നിങ്ങൾ കമ്പ്യൂട്ടറിലൊക്കെ നിങ്ങൾ ചെയ്യുന്ന ടൈപ്പ് ചെയ്ത് വെക്കുന്നതാണെങ്കിലും ഇപ്പം ടെക്സ്റ്റിൻ്റെ ഒരു ഫോർമാറ്റ് ഉണ്ടാവും, ഇമേജിൻ്റെ ഫോർമാറ്റ് ഉണ്ടാവും. എന്നാലും ഇതെല്ലാം നമുക്ക് ഏതൊരു ഫോർമാറ്റിലാണ് കിട്ടുന്നത്, ഏത് ഫോമിലാണ് അത് കാണുന്നത്? ഒരു ഡിജിറ്റൽ ഫോമിലാണ് അല്ലേ. അപ്പോൾ ഈ ഒരു ഡിജിറ്റൽ ഫോമിലുള്ള സാധനത്തിനെ നമുക്ക് ഒരിക്കലും ഈ ഒരു ടെലിഫോൺ കേബിൾ വഴി പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. മനസ്സിലായോ? അതായത് നമ്മുടെ ഡിജിറ്റൽ ഫോമിലുള്ള ഇൻഫർമേഷൻസിനെ നമുക്ക് ടെലിഫോൺ കേബിളിലൂടെ പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ ഇതിനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഡിജിറ്റൽ ഫോമിനെ നമ്മൾ അനലോഗ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പം അങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മോഡുലേറ്റർ. അതുപോലെ തന്നെ ഇപ്പം ഇത് ഈ ഒരു അനലോഗ് ഫോർമാറ്റിൽ ഇതിലൂടെ പാസ് ചെയ്ത് അടുത്ത സിസ്റ്റത്തിലേക്ക് എത്തുമ്പോഴേക്കും അത് ഈ ഒരു ഫോർമാറ്റിൽ കിട്ടിയിട്ട് കാര്യമുണ്ടോ? അതിനത് ഡിജിറ്റൽ ഫോമിലല്ലേ മനസ്സിലാവുള്ളൂ. അപ്പം എന്ത് ചെയ്യും? അവിടെ വെച്ച് ഈ ഒരു അനലോഗിനെ നേരെ തിരിച്ച് ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് മാറ്റും. അതിനെയാണ് ഡീമോഡുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഫംഗ്ഷനും ചെയ്യുന്ന ഒരൊറ്റ ഡിവൈസിന് നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡം. മനസ്സിലായോ? നോക്കിക്കേ, ഓൾ ദ ഡേറ്റാസ് ആർ സേവ്ഡ് ആൻഡ് പ്രോസസ്ഡ് ഇൻ ദി ഡിജിറ്റൽ ഫോം. നമ്മുടെ എല്ലാ ഡേറ്റാസും സേവ് ചെയ്യുന്നത്, പ്രോസസ്സ് ചെയ്യുന്നത് ഒരു ഡിജിറ്റൽ ഫോർമാറ്റിലായിരിക്കും. സോ വി ക്യാൻ സെൻഡ് ദീസ് ഡിജിറ്റൽ സിഗ്നൽസ് വയ ടെലിഫോൺ ലൈൻസ്. നമുക്ക് ഈ ഡിജിറ്റൽ സിഗ്നൽസിനെ ടെലിഫോൺ ലൈൻസിലൂടെ നമുക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇൻഫർമേഷൻസിനെ നമ്മൾ ഈ ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് സിഗ്നൽസിലേക്ക് കൺവേർട്ട് ചെയ്യും. ഓക്കെ, കൺവേർട്ടിങ് ദീസ് ഡിജിറ്റൽ സിഗ്നൽസ് ടു അനലോഗ്. എന്നിട്ട് നമ്മൾ അത് സെൻഡ് ചെയ്യും. ഓക്കെ, സോ a modem is an equipment that can convert digital signals to analog and vice versa. അതായത് ഡിജിറ്റലിനെ അനലോഗ് ആക്കാനും അതുപോലെ തിരിച്ച് അനലോഗിനെ ഡിജിറ്റൽ ആക്കാനും പറ്റുന്ന ഒരു ഡിവൈസാണ് മോഡം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. ഡിജിറ്റലിനെ അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എന്താ? മോഡുലേറ്റർ. ഓക്കെ, മോഡുലേറ്റർ അല്ലെങ്കിൽ മോഡുലേഷൻ എന്ന് നമുക്ക് പറയാം. ഇനി ഈ ഒരു അനലോഗ് സിഗ്നൽസിനെ നേരെ തിരിച്ച് ഡിജിറ്റലിലേക്ക് മാറ്റുന്നതാണ് ഡീമോഡുലേഷൻ അല്ലെങ്കിൽ ഡീമോഡുലേറ്റർ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ആ 2 ഫംഗ്ഷൻ ഏതാന്നുള്ളത് തിരിഞ്ഞു പോകരുത്. ഡിജിറ്റൽ ടു അനലോഗ് മോഡുലേഷനും അനലോഗ് ടു ഡിജിറ്റൽ സിഗ്നൽസിലേക്ക് മാറ്റുന്നത് ഡീമോഡുലേഷൻ എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഇത് രണ്ടും ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് മോഡം എന്ന് പറയുന്നത്. സോ മോഡം ഈസ് ഡിറൈവ്ഡ് ഫ്രം മോഡുലേറ്റർ ആൻഡ് ഡീമോഡുലേറ്റർ. It helps to make available the internet over a telephone line. മനസ്സിലായല്ലോ? അപ്പോൾ ഇതാണ് മോഡം. എന്തായിരുന്നു മോഡം എന്ന് പറയുന്നത്? ഒരു 2-in-1 ഡിവൈസ് ആണ്. 2 ഫങ്ഷൻസ് അവിടെ നടക്കുന്നുണ്ട്, മോഡുലേഷനും ഡീമോഡുലേഷനും. എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത്? നമ്മൾക്ക് കിട്ടുന്ന നമ്മുടെ ഇൻഫർമേഷൻ, നമ്മുടെ ഡേറ്റാസ് ഒക്കെ ഒരു ഡിജിറ്റൽ ഫോമിലായിരിക്കും. അപ്പോൾ ആ ഒരു ഡിജിറ്റൽ ഫോമിലുള്ളതിനെ നമുക്ക് ടെലിഫോൺ ലൈനിലൂടെ പാസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഈ ഡിജിറ്റൽ ഫോമിനെ അനലോഗ് ഫോമാറ്റിലേക്ക് മാറ്റി ടെലിഫോൺ ലൈനിലൂടെ പാസ് ചെയ്ത് അത് എത്തേണ്ടടുത്ത് എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതിനെ നേരെ തിരിച്ച് ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ പണി ചെയ്യുന്നതാണ് നമ്മുടെ മോഡം. ക്ലിയർ ആണല്ലോ? ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഒരു വയേർഡ് നെറ്റ്വർക്കിനെ കുറിച്ചാണ് അല്ലേ. അതായത് നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു, ഈ കമ്പ്യൂട്ടേഴ്സൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത് ഓരോ കേബിൾ യൂസ് ചെയ്തിട്ടാണെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ. അതല്ലാതെ നമുക്കൊരു വയർലെസ് നെറ്റ്വർക്ക് കൂടിയുണ്ട്. ഓക്കെ, ഇതാണ് വയർലെസ് നെറ്റ്വർക്ക്. കമ്പ്യൂട്ടേഴ്സ് ആർ നോർമലി കണക്റ്റഡ് യൂസിങ് കേബിൾസ്. അത് നമുക്കറിയാം. പക്ഷെ ഇപ്പോൾ നമുക്ക് എല്ലാം കേബിൾ കണക്ട് ചെയ്തിട്ടാണോ? അല്ലാതെ വയർലെസ് ആയിട്ടുള്ള ഡിവൈസുകളില്ലേ? ഇപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ ആയിക്കോട്ടെ, ഇതൊക്കെ വയർലെസ് അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ വയർലെസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പോസിബിൾ ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് വിത്തൗട്ട് യൂസിങ് കേബിൾസ്. ഓക്കെ, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വയർലെസ് നെറ്റ്വർക്കിംഗ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു വയർലെസ് നെറ്റ്വർക്കിങ്ങിന് നമുക്ക് എന്താ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ്. ഓക്കെ, അതായത് ഈ കേബിൾസിന് പകരം വയർലെസ് നെറ്റ്വർക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ്. ജസ്റ്റ് അത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, പക്ഷെ അതൊന്നും നിങ്ങൾ പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇത്ര അറിയാം, നമുക്ക് കേബിളിൻ്റെ പകരം വയർലെസ് നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്നത് ഒരു റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഏതൊക്കെയാണ് ആ ഡിവൈസുകൾ വയർലെസ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്? എന്തിലൊക്കെയാണ്? നമ്മുടെ സ്മാർട്ട് ഫോൺസ് ഉണ്ട്, അതുപോലെ ലാപ്ടോപ്പ്, ഇതൊക്കെ
ഒരു വയർലെസ് നെറ്റ്വർക്കിലുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി there are different types of network. നമ്മൾ ഓൾറെഡി നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു. എക്സാമ്പിളായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലെ കാര്യം പറഞ്ഞു, നിങ്ങളുടെ സ്കൂളിലെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇതിനെയൊക്കെ ഓരോ ടൈപ്പായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. മെയിനായിട്ട് വരുന്ന 3 എണ്ണമാണ് ലാൻ, മാൻ, വാൻ. ഇങ്ങനെ 3ആയിട്ടാണ് ഇതിനെ തിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം നിങ്ങൾക്ക് ലാൻ എന്താന്ന് നോക്കാം. നോക്കിക്കേ, അതിൻ്റെ ഫുൾ ഫോം ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. എഗെയിൻ നമുക്കൊരു ഫുൾ ഫോം വന്നിട്ടുണ്ട്, നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ലാനിൻ്റെ ഫുൾ ഫോം എന്താണ്? ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആ പേരിൽ തന്നെ മനസ്സിലാക്കുക, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. സോ ജസ്റ്റ് നിങ്ങളുടെ സ്കൂളിലുള്ള ഒരു നെറ്റ്വർക്ക്, അതായത് നിങ്ങളുടെ സ്കൂളിലുള്ള കമ്പ്യൂട്ടേഴ്സ് അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യുന്ന നെറ്റ്വർക്കിനൊക്കെയാണ് നമ്മൾ ലാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതായത് ചെറിയൊരു സ്പേസ്, ഒരു റൂം അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ്. ഓക്കെ, സോ ലാൻ ഇന്റർകണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ഇൻസൈഡ് എ റൂം ഓർ എ ബിൽഡിംഗ്. അതായത് ഒരു ഹോസ്പിറ്റൽ, ഒരു സ്കൂള്, കോളേജ് ഒക്കെ വരുന്നത് എന്താ? ഈ ഒരു ലാനിൻ്റെ അണ്ടറിലായിരിക്കും വരിക. ക്ലിയർ ആണല്ലോ? അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞത് അത് തന്നെയാണ്, ദ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇൻ യുവർ സ്കൂൾ. അതാണ് ലാൻ എന്ന് പറയുന്ന നെറ്റ്വർക്ക്. ദെൻ അടുത്തത് വരുന്നതാണ് വാൻ, അതായത് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഓക്കെ, വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകം ഫുള്ളായിട്ടിരിക്കുന്ന ഒരു നെറ്റ്വർക്ക്. ഓക്കെ, അതിന് മെയിനായിട്ട് എക്സാമ്പിൾ നിങ്ങൾക്ക് ഏതാ പറയാം? നിങ്ങളുടെ ഇൻ്റർനെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒന്നാണ് റെയിൽവേ, അതുപോലെ ബാങ്ക്. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾ വേൾഡിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്ന ഒരു നെറ്റ്വർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് പെരിഫറൽ ഡിവൈസസ് ലൊക്കേറ്റഡ് ഇൻ ലോങ് റേഡിയസ്. ഒരു ലോങ് റേഡിയസിൽ ലൊക്കേറ്റ് ചെയ്യുന്ന നെറ്റ്വർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാൻ എന്ന് പറയുന്നത്. റെയിൽവേ, ബാങ്ക്, ഇതൊക്കെ അതിനൊരു എക്സാമ്പിളാണ്. ഇനി ഒന്നുകൂടെ ഉണ്ട് മാൻ. അത് നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞിട്ടില്ല, എന്നാലും മിസ് ജസ്റ്റ് പറഞ്ഞുതരാം. മാൻ എന്ന് പറഞ്ഞിട്ട് ഒരു നെറ്റ്വർക്ക് കൂടിയുണ്ട്. അത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ നിങ്ങളുടെ വീടുകളിലൊക്കെ കേബിളൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ ഏഷ്യാനെറ്റ്, ഭൂമിക എന്നൊക്കെ പറഞ്ഞ ഓരോ കണക്ഷൻസ് ഉണ്ടാവും. അതൊരു ഏരിയ വെച്ചിട്ടായിരിക്കും, അല്ലെ, ഒരു സിറ്റി ബേസ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള നെറ്റ്വർക്കിനെയാണ് നമ്മൾ മാൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് 2 ഉള്ളൂ. ലാൻ എന്താണെന്ന് നോക്കുക. ലാൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൽ വരുന്ന നെറ്റ്വർക്കിനെയാണ് പറയുന്നത്. ദെൻ വാൻ എന്ന് പറയുമ്പോൾ അതൊരു ലോങ് റേഡിയസ്, ഫോർ എക്സാമ്പിൾ ബാങ്ക്, റെയിൽവേസ്. ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് പ്രോട്ടോകോൾസ്. ഓക്കെ, അപ്പോൾ എന്താണ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റൂൾസ് ആണ്. അതായത് നമ്മൾ ഇൻഫോർമേഷൻസ് ഒക്കെ പാസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ നേരത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക് വൈൽ സെൻഡിങ് ഡേറ്റ മസ്റ്റ് ഫോളോ സം റൂൾസ് ടു അവോയ്ഡ് കൊളീഷൻ. ഓക്കെ, അപ്പോൾ കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസിനെയാണ് എന്ത് വിളിക്കുന്നത്? പ്രോട്ടോകോൾസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതായത് നമ്മൾ ഈ ഒരു IT കമ്പ്യൂട്ടറൊക്കെ പഠിക്കുമ്പോൾ കൂടുതലും നമ്മൾ ഈ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസിനൊക്കെ നമ്മൾ വിളിക്കുന്നത് പ്രോട്ടോകോൾസ് എന്നാണ്. പല ടൈപ്പ് പ്രോട്ടോകോൾസ് ഉണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ബേസിക് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. അപ്പോൾ അതെന്താണ് അതിൻ്റെ ഫുൾ ഫോം, ഇത്ര മാത്രം നിങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നതാണ് TCP/IP. ഓക്കെ, അതായത് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ. TCPയുടെ ഫുൾ ഫോം ആണ് ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ആൻഡ് IP എന്ന് പറയുമ്പോൾ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ. ഓക്കെ, ദെൻ അടുത്തത് വരുന്നത് SSH, അതായത് സെക്യൂർ ഷെൽ. ദെൻ SMP, സെർവർ മെസ്സേജ് ബ്ലോക്ക്. POP, പോസ്റ്റ് ഓഫീസ് പ്രോട്ടോകോൾ. ദെൻ FTP, ഫയൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. SMTP, സിമ്പിൾ മെയിൽ ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. നമ്മൾ ഇമെയിലൊക്കെ അയക്കില്ലേ, അവിടെ യൂസ് ചെയ്യുന്നൊരു പ്രോട്ടോക്കോളാണ് SMTP എന്ന് പറയുന്നത്. ദെൻ HTTP, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ. അപ്പോൾ ഇതുപോലെ ഒത്തിരി പ്രോട്ടോകോൾസ് ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയും മാത്രമേ തന്നിട്ടുള്ളൂ. ഇത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ഇതിൻ്റെയൊക്കെ ഫുൾ ഫോം അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ടാവില്ലേ? നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്നല്ല, നിങ്ങൾ റോഡിലൂടെ ഡ്രൈവ് ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഇല്ലേ? അതുപോലെ തന്നെയാണ് നമുക്ക് ഇവിടെ നമ്മുടെ മെസ്സേജസ് സെൻഡ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ആ റൂൾസിനെയാണ് നമ്മൾ പ്രോട്ടോകോൾസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൽ വരുന്ന കുറച്ച് പ്രോട്ടോകോൾസ് ആണ് ഇത്: TCP/IP, SSH, SMP, POP, FTP, SMTP ആൻഡ്
HTTP. ഇനിയും ഉണ്ട്, ജസ്റ്റ് ഇത്രയും മാത്രം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കാം. ഓക്കെ, നമ്മൾ പറഞ്ഞു നെറ്റ്വർക്കിൽ നമ്മൾ ഒത്തിരി കമ്പ്യൂട്ടേഴ്സ് നമ്മൾ കണക്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ഏതൊക്കെയാണെന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അതിൻ്റെ IP അഡ്രസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക് ആർ ഐഡൻറ്റിഫൈഡ് ബൈ യൂസിങ് IP അഡ്രസ്. ഒരു നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്തുപയോഗിച്ചാണ്? അതിൻ്റെ IP അഡ്രസ്സ് ഉപയോഗിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്കൊക്കെ സ്കൂളിൽ ഓരോ ID കാർഡ് ഉണ്ടാവും, ഒരു നമ്പർ ഉണ്ടാവും, ഒരു റോൾ നമ്പർ ഉണ്ടാവും അല്ലേ? അത് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതല്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്യാൻ അതിനോരോ IP അഡ്രസ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ 2 രീതിയിലുണ്ട്. IPv4, അതായത് IP വേർഷൻ 4 ഉണ്ട്, അതുപോലെ തന്നെ IP വേർഷൻ 6 ഉണ്ട്. നമുക്കിവിടെ IPv4ൻ്റെ കേസ് ആദ്യം നോക്കാം. സോ ദ IP അഡ്രസ് ഹാസ് 4 പാർട്സ്. അപ്പോൾ IP വേർഷൻ 4ൽ 4 പാർട്ടായിട്ടാണ് ഇതിൻ്റെ അഡ്രസ്സ് നമുക്ക് കാണാം. ഇതിൻ്റെ ഓരോ പാർട്ടും ഓരോ ഡോട്ട്സ് വെച്ച് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ആൻഡ് ഈച്ച് പാർട്ട് യൂസസ് 1 ബൈറ്റ്. അതിൽ ഓരോ പാർട്ടും ഓരോ ബൈറ്റ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് മൊത്തം 8 ബിറ്റ്. അപ്പം മൊത്തം നമുക്ക് 4 പാർട്ട് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം 4 പാർട്ടും 8 ബിറ്റ് വീതമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ടോട്ടൽ നമ്മളുടെ IPv4 എന്ന് പറയുന്നത് 32 ബിറ്റ്സ് ആയിരിക്കും. ഇത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, അതായത് IPv4 യൂസ് ചെയ്യുന്നത് 32 ബിറ്റ്സ് ആണ്. ഓക്കെ അല്ലേ? ഇനി അപ്പോൾ 2⁸, അതായത് ഒരെണ്ണം ഓരോ പാർട്ടും 8 ബിറ്റ് യൂസ് ചെയ്യുന്നു എന്നല്ലേ പറഞ്ഞത്. സോ 2⁸ ഈസ് ഈക്വൽ ടു 256. ദാറ്റ് മീൻസ് നമുക്ക് ഇതിൽ 0 മുതൽ 255 വരെയുള്ള നമ്പേഴ്സ് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും ഓരോ പാർട്ടിൽ. ഓക്കെ, ഇങ്ങനെ ഇപ്പം നമ്മളൊരു നെറ്റ്വർക്കിലുള്ളൊരു ഡിവൈസ് എടുക്കുകയാണെങ്കിൽ അതിൽ ആദ്യത്തെ 3 പാർട്ടും എല്ലാത്തിലും സെയിം ആയിരിക്കും. അതിൻ്റെ ലാസ്റ്റ് പാർട്ട് വെച്ചിട്ടായിരിക്കും നമ്മളുടെ കമ്പ്യൂട്ടർ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ, ഇവിടെ ഒരു IP അഡ്രസ്സ് വന്നിട്ടുണ്ട് 192.168.1.25. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന IP അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ എത്ര പാർട്ട് ഉണ്ടെന്ന് നോക്കിക്കേ. 1, 2, 3, 4, 4 പാർട്ട് ഉണ്ട് അല്ലേ? എല്ലാ നമ്പേഴ്സും ബിറ്റ്വീൻ 0 to 255 അല്ലേ? ആണ്. 192, 168, 125. ഓക്കെ, അപ്പോൾ ഇതൊരു നെറ്റ്വർക്കിലുള്ള ഒരു കമ്പ്യൂട്ടറിൻ്റെ IP അഡ്രസ്സാണ്. അപ്പോൾ ആ നെറ്റ്വർക്കിലുള്ള ബാക്കി എല്ലാ കമ്പ്യൂട്ടർ എടുത്ത് നോക്കിയാലും ഇതിൻ്റെ ഈ ആദ്യത്തെ പാർട്ട്, അതായത് 192, ആദ്യത്തെ 3 പാർട്ട്, അതായത് 192.168.1, ഇത് സെയിം ആയിരിക്കും. ഓക്കെ, സോ ദ കോമൺ പാർട്ട് 192.168.1 റെഫേഴ്സ് ടു ദി നെറ്റ്വർക്ക്. അത് എന്തിനെയാണ് റെഫർ ചെയ്യുന്നത്? നെറ്റ്വർക്കിനെയാണ് റെഫർ ചെയ്യുന്നത്. അതായത് നമ്മൾ പറഞ്ഞു നമുക്കൊരു നെറ്റ്വർക്ക് ഉണ്ട്, ഉണ്ടെന്ന് പറഞ്ഞു. നെറ്റ്വർക്കിൽ ഒത്തിരി ഡിവൈസുകളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡിവൈസുകളൊക്കെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു നെറ്റ്വർക്കാണ്. ഇതൊരു നെറ്റ്വർക്കാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ അകത്ത് ഈ ഒരു നെറ്റ്വർക്കിൻ്റെ റെഫർ ചെയ്യുന്നതാണ് ഈ ഫസ്റ്റ് 3 ടേംസ്. ഇതിൽ ലാസ്റ്റ് വരുന്ന ഇതിൽ ഈ ഒരു 25 എന്ന് പറയുന്നതാണ് ഇതിൽ പെർട്ടിക്കുലർ ഒരു കമ്പ്യൂട്ടറിനെ റെഫർ ചെയ്യുന്ന പാർട്ട്. മനസ്സിലായോ? അതായത് നമ്മളൊരു IP അഡ്രസ്സ് എടുക്കുമ്പോൾ അത് IPv4 IP വേർഷൻ 4 എടുക്കുമ്പോൾ നമുക്കൊരു അഡ്രസ്സ് വരുന്നത് 4 പാർട്ടായിട്ടാണ്. ഇപ്പോൾ 192.168.1.25. ഓക്കെ, ഇങ്ങനെയാണ് കിട്ടുന്നത്. ഇതിലെ ആദ്യത്തെ 3 പാർട്ടും റെഫർ ചെയ്യുന്നത് ഈ കമ്പ്യൂട്ടർ ഇരിക്കുന്ന നെറ്റ്വർക്കിനെ ആയിരിക്കും. ഓക്കെ, ഇതിലെ ലാസ്റ്റ് പാർട്ട് റെഫർ ചെയ്യുന്നത് ആ ഒരു കമ്പ്യൂട്ടറിനെ ആയിരിക്കും. ഇപ്പൊ മനസ്സിലായാലോ IP അഡ്രസ് എന്താന്നുള്ളത്? ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു IPv4 അല്ലാതെ IP വേർഷൻ 6 ഉണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, IP വേർഷൻ 6 എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ 4നേക്കാളും ഇത്തിരിയും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടാണ്. 4ൽ നമ്മൾ 32 ബിറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമ്മൾ 128 ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ എന്തോരം അത് എഫിഷ്യൻ്റ് ആണ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് ആ ഒരു ഡിഫറൻസ്. ജസ്റ്റ് ഇത്ര അറിഞ്ഞിരിക്കുക. IP അഡ്രസ്സിന് 4 പാർട്ട് ഉണ്ട്. അതിൽ ഫസ്റ്റ് 3 പാർട്ട് നെറ്റ്വർക്കിനെ ആയിരിക്കും റെഫർ ചെയ്യുക. ലാസ്റ്റത്തേതായിരിക്കും ചേഞ്ചിങ് പാർട്ട്. അതായത് ഇപ്പോൾ ഈ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ചിലപ്പം ഇവിടെ 25 ആയിരിക്കും. ഇതിൻ്റെ IP അഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടുന്നത് 192.168.1.36 ഇങ്ങനെ ആയിരിക്കാം. അപ്പോഴും എന്താ, ഇത് സെയിം നെറ്റ്വർക്കിലാണ്
ഫസ്റ്റ് പാർട്ട് മാറുന്നില്ല, ലാസ്റ്റ് പാർട്ട് മാത്രമേ മാറുന്നുള്ളൂ. അതുപോലെ ഇപ്പുറത്ത് അടുത്തത് എടുക്കുമ്പോഴും അവിടെ ചേഞ്ച് ചെയ്യുന്ന ഏതായിരിക്കും? ഈ ഒരു പാർട്ട് മാത്രമായിരിക്കും. ഓക്കെ, അപ്പോൾ IP അഡ്രസ്സ് എന്താണെന്നുള്ളത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മുടെ സിസ്റ്റത്തിൽ IP അഡ്രസ്സ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്നൊന്ന് അറിയണ്ടേ? നമ്മൾ IP അഡ്രസ്സ് എന്താണെന്നുള്ളത് പഠിച്ചു. അപ്പോൾ IP അഡ്രസ്സ് എങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുക? ഇപ്പോൾ നിങ്ങളുടെ സിസ്റ്റം എടുക്കുക. നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ടോപ്പിലായിട്ട് നിങ്ങൾക്ക് നെറ്റ്വർക്ക് മാനേജർ ആപ്ലെറ്റ് കാണും. ഇപ്പോൾ ജസ്റ്റ് മിസ് അത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞുതരാം. നമ്മൾ ഏതെങ്കിലും ഒരു പ്രാക്ടിക്കൽ സെഷൻ എടുക്കാൻ നേരത്ത് അതെങ്ങനെയാണെന്നുള്ളതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ടോപ്പിലായിട്ട് നമുക്ക് നെറ്റ്വർക്ക് മാനേജർ ആപ്ലെറ്റ് ഉണ്ടാവും. അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അകത്ത് നമ്മൾ കണക്ഷൻ ഇൻഫോർമേഷൻസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ IP അഡ്രസ്സ് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു IP അഡ്രസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും പെർമനൻ്റ് അല്ല. അതായത് നമ്മൾ കമ്പ്യൂട്ടർ ഓഫ് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്ത് നമ്മൾ ഷട്ട് ഡൗൺ ചെയ്ത് ഓൺ ചെയ്യുന്നതനുസരിച്ച് ഈ IP അഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അത് വീണ്ടും പുതിയതൊരെണ്ണം ജനറേറ്റ് ചെയ്യുക ചെയ്യണം. അപ്പോൾ അതുപോലെ ഇങ്ങനെ IP അഡ്രസ്സ് ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു ടെക്നോളജിനെ നമ്മൾ പറയുന്നതാണ് ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ. ഇതും ഒരു ഫുൾ ഫോം ആണ്, DHCP. അപ്പോൾ ഇതും നോട്ട് ചെയ്ത് വെച്ചുക. ഓക്കെ, നിങ്ങൾ ഏറ്റവും ചെയ്യാവുന്നൊരു ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു പേപ്പർ എടുക്കുക. ജസ്റ്റ് ഫുൾ ഫോംസ് കാണുമ്പം നിങ്ങൾ പഠിച്ചു പോകുമ്പോൾ നിങ്ങൾ കാണുന്ന ഫുൾ ഫോംസ് ഒക്കെ ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് മാറ്റി വെച്ചേക്കുക. എന്നിട്ട് അത് നിങ്ങൾ പഠിക്കുക. അതായിരിക്കും ഏറ്റവും എളുപ്പം. ഓക്കെ, അപ്പോൾ നമ്മുടെ IP അഡ്രസ്സിൻ്റെ എന്താണെന്ന് പറഞ്ഞാൽ ദിസ് IP അഡ്രസ് ആർ നോട്ട് പെർമനൻറ്റ്. ഇത് പെർമനൻ്റ് അല്ല. നമ്മുടെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുന്നതനുസരിച്ച് അത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഇങ്ങനെ IP അഡ്രസ്സ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യുന്ന ഈ ഒരു ടെക്നോളജീനെ നമ്മൾ പറയുന്നത് എങ്ങനെയാ? ഡൈനാമിക് ഹോസ്റ്റ് കോൺഫിഗറേഷൻ പ്രോട്ടോകോൾ എന്നാണ്. ഓക്കെ, അതായത് ഈ IP അഡ്രസ്സ് പെർമനൻ്റ് അല്ല എന്ന് പറയുന്ന അനുസരിച്ച് ഇത് ഒരിക്കലും പെർമനൻ്റ് അല്ല എന്നല്ല, നമുക്കത് പെർമനൻ്റ് ആക്കാം. അതെങ്ങനെയാണ് പെർമനൻ്റ് ആക്കുന്നതെന്നുള്ളത് നമുക്കിവിടെ പറയുന്നുണ്ട്. സെയിം നമ്മൾ നേരത്തെ എടുത്ത ആ ഒരു നെറ്റ്വർക്ക് മാനേജർ ആപ്ലെറ്റ് എടുക്കുമ്പോൾ നമുക്കവിടെ കണക്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്കവിടെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് IPv വേർഷൻ 4 സെറ്റിങ്സിൻ്റെ ടാബ് എടുത്ത് അതിൻ്റെ അകത്ത് നമുക്ക് മാനുവൽ മെത്തേഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കവിടെ ഇതുപോലൊരു അഡ്രസ്സ് നമുക്ക് അങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോഴേക്കും നമുക്ക് അവിടെ ഒരു പാസ്വേഡ് നമ്മൾ ചോദിക്കും. നമ്മുടെ സിസ്റ്റത്തിന് നമ്മുടെ അഡ്മിനിസ്ട്രേറ്റീവ് പാസ്വേഡ് ചോദിക്കും. ആ പാസ്വേഡ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഒരു IP അഡ്രസ്സ് നമുക്ക് അവിടെ പെർമനൻ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പം നോർമലി നിങ്ങൾ കമ്പ്യൂട്ടർ എടുത്ത് നോക്കുമ്പോൾ ഓരോ തവണ സ്വിച്ച് ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോഴും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക സെയിം തന്നെയാണോ വരുന്നതെന്ന്. നിങ്ങളിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ കാണുന്ന IP അഡ്രസ്സ് ആയിരിക്കില്ല നെക്സ്റ്റ് ടൈം നിങ്ങൾ ഷട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന IP അഡ്രസ്സ്. ഓക്കെ, അപ്പം നിങ്ങൾക്കത് പെർമനൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കാം. അപ്പം മിസ് ഇനി ഒരു പ്രാക്ടിക്കൽ സെഷൻ എടുക്കാൻ നേരത്ത് ഇതിൻ്റെ നമ്മൾ IP അഡ്രസ്സ് എങ്ങനെയാണ് നോക്കുന്നതെന്നുള്ളതും അത് പെർമനൻ്റ് ആക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും ആ ടൈമിൽ അതിൻ്റെ കൂടെ മിസ് കാണിച്ചു തന്നേക്കും. ഓക്കെ, അടുത്തത് നമ്മൾ പറയുന്നതാണ് ഫയർവാൾ. ഫയർവാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ സിസ്റ്റം നമ്മുടെ കമ്പ്യൂട്ടർ നമ്മുടെ പെർമിഷൻ ഇല്ലാതെ ഒരാൾ യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പം അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയർവാൾ യൂസ് ചെയ്യുന്നത്. സോ ഫയർവാൾ ഈസ് എ സിസ്റ്റം ദാറ്റ് പ്രിവെൻറ്റ്സ് അതർ പീപ്പിൾ ഫ്രം എൻറ്ററിങ് എ കമ്പ്യൂട്ടർ ത്രൂ എ ഫ്രീ മീഡിയം ലൈക്ക് ഇൻ്റർനെറ്റ് വിത്തൗട്ട് ദ പെർമിഷൻ ഓഫ് ദ ഓണർ. അതായത് ഓണറിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഇൻ്റർനെറ്റ് പോലുള്ള ഒരു മീഡിയം യൂസ് ചെയ്തിട്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് അവർ എൻ്റർ ചെയ്യുന്നതിനെ ബ്ലോക്ക് ചെയ്യുന്ന, ഓക്കെ, അതിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് ഫയർവാൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണല്ലോ. ഇനി അടുത്തത് വരുന്നതാണ് ലൈഫൈ. ലൈഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം നമ്മൾ വയർലെസ് നെറ്റ്വർക്കിനെ പറ്റി പറഞ്ഞല്ലേ. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്, അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണെന്ന് പറഞ്ഞു. നമ്മൾ അവിടെ ലൈറ്റാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അതായത് വയർലെസ് നെറ്റ്വർക്ക് സിസ്റ്റം ദാറ്റ് യൂസ് ലൈറ്റ് യൂസ് ചെയ്യുന്ന വയർലെസ് നെറ്റ്വർക്ക് സിസ്റ്റത്തിനെയാണ് നമ്മൾ ലൈഫൈ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം. ഇനി നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഈ ഒരു ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങും ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും. ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് പല ലൊക്കേഷനിലുള്ള കമ്പ്യൂട്ടറുകൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ എ കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഫ്രം വേരിയസ് ലൊക്കേഷൻസ് ദാറ്റ് വർക്ക് ടുവേർഡ്സ് എ കോമൺ ഗോൾ. ഒരു കോമൺ ഗോളിന് വേണ്ടിയിട്ട് അങ്ങനെ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്രിഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. ഇത് കണ്ടുപിടിച്ചത് അതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഇയാൻ ഫോസ്റ്റർ, കാൾ കെസൽമൻ ആൻഡ് സ്റ്റീവ്. അപ്പോൾ ഇത്രയും 3 പേര് ചേർന്നിട്ടാണ് ഈ ഒരു ഗ്രിഡ് കമ്പ്യൂട്ടിങ്ങിൻ്റെ കണ്ടുപിടിച്ചത്. അതിൻ്റെ ഫൗണ്ടേഴ്സ് എന്ന് പറയുന്നത് ഇവർ 3 പേരുമാണ്. ഇനി അടുത്തത് വരുന്നതാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്. അത് നിങ്ങൾ കുറച്ച് കേട്ട് പരിചയമുണ്ടാവും അല്ലേ.
ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽസൊക്കെ നമ്മുടെ സെർവർ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ വേൾഡിൽ എവിടെ വേണമെങ്കിലും ഇരുന്ന് നമുക്കത് ആക്സസ് ചെയ്യാൻ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. When you store the files of your work in a server computer in a network, then it is helpful to you to continue the work anywhere in the world at any time with any computer. അതായത് നിങ്ങളുടെ നെറ്റ്വർക്കിലുള്ള നിങ്ങളുടെ സെർവർ കമ്പ്യൂട്ടറിലേക്ക് നിങ്ങൾ ഫയൽസ് എല്ലാം സേവ് ചെയ്ത് വെക്കുകയാണ്, അതിൻ്റെ അകത്തേക്ക് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഏത് കമ്പ്യൂട്ടർ യൂസ് ചെയ്ത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്കത് അതിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. കുറച്ച് കാര്യങ്ങളുള്ളത് അല്ലേ, നമ്മുടെ ആ ഒരു ചാപ്റ്ററിൻ്റെ പേര് പറഞ്ഞ പോലെ അത് റിലേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മുടെ നെറ്റ്വർക്കിനെ റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സ് ആയിരുന്നു. എല്ലാം സിമ്പിൾ ഡെഫിനിഷൻസ് ആയിരുന്നു. അതുപോലെ കുറച്ച് ഫുൾ ഫോംസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ കൂടി ചേർന്നൊരു കുഞ്ഞ് തിയറി ചാപ്റ്റർ ആയിരുന്നു. അപ്പോൾ അത് ഇപ്പോൾ പഠിപ്പിച്ച ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയും ക്ലിയർ ആയ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ, ഒരു 10 എണ്ണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫ്രം ദ ഫോളോയിങ് വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു സെൻഡ് എ കോപ്പി ഓഫ് ദി ഡേറ്റ ടു ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് ഇൻ എ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ എന്താണ് ചോദ്യം? ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും ഡേറ്റ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡേറ്റയുടെ ഒരു കോപ്പി സെൻഡ് ചെയ്യുന്ന ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതായിരുന്നു? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കറിയാമല്ലേ, നമുക്ക് എക്സാമിന് എല്ലാത്തിനും ഓപ്ഷൻസ് ഉണ്ടാവും. പക്ഷെ അതും പറഞ്ഞ് ഈസി ആണെന്ന് വിചാരിക്കരുത്. സോ അപ്പോൾ എന്തൊക്കെയുണ്ട്? സ്വിച്ച്, ഹബ്, സ്കാനർ ആൻഡ് നൺ ഓഫ് ദീസ്. അപ്പോൾ ഏതാണ്? ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഒന്നില്ലെങ്കിൽ സ്വിച്ച് അല്ലെങ്കിൽ ഹബ്ബാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? സെൻഡ് എ കോപ്പി ഓഫ് ഡേറ്റ ടു ഓൾ ദ കമ്പ്യൂട്ടേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഹബ്ബാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഇനി ഡാഷ് ടൂൾ ഈസ് യൂസ്ഡ് ടു ഫിക്സ് RJ45 കണക്ടർ ടു ദ എൻഡ് ഓഫ് എ കേബിൾ. ഒരു കേബിളിൻ്റെ എൻഡിലേക്ക് RJ45 കണക്ടർ ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടൂൾ. നമ്മൾ ആകെ ഒരേ ഒരു ടൂളെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. ഏതായിരുന്നു? നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. സിസേഴ്സ് യൂസ് ചെയ്തിട്ടാണോ, അതുപോലെ സ്ക്രീൻ ഡ്രൈവർ, ക്രിമ്പിംഗ്, നൺ ഓഫ് ദിസ്. ക്രിമ്പിംഗ് ടൂൾ നമ്മളത് പഠിച്ചിട്ടുണ്ട് അല്ലേ. Then what is the full form of UTP? UTP കേബിൾ അല്ലേ. UTPയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് UTPയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ഇവിടെ മേളിൽ എഴുതാം, അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഓക്കെ, അപ്പോൾ UTPയുടെ ഫുൾ ഫോം അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ഓക്കെ, അപ്പോൾ അത് മൊത്തം എത്ര വയർ ഉണ്ട്? അതിൽ 8 വയേഴ്സ് ഉണ്ട്. 4 പെയർ ആയിട്ടാണ് അത് കാണുന്നത്. ഓർമ്മയുണ്ടല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നെയിം ദ സിസ്റ്റം ദാറ്റ് കണക്ട്സ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ പെരിഫറൽ ഡിവൈസസ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് കേബിൾസ്. അതായത് കേബിളിൻ്റെ ഹെൽപ്പ് ഇല്ലാതെ കമ്പ്യൂട്ടറും അതിൻ്റെ മറ്റ് പെരിഫറൽ ഡിവൈസ്, അതായത് നമ്മുടെ സ്കാനർ, സ്പീക്കർ പോലുള്ള മറ്റ് ഡിവൈസുകളും ഒരു കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കേബിൾ യൂസ് ചെയ്യരുത്. അപ്പോൾ എന്ത് നെറ്റ്വർക്ക് ആയിരിക്കും അത്? കേബിൾ നെറ്റ്വർക്ക് ആണോ, വയർലെസ് നെറ്റ്വർക്ക് ആൻഡ് നൺ ഓഫ് ദിസ്? ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. കേബിൾ ഇല്ലാതെ നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു? വയർലെസ് നെറ്റ്വർക്ക് ആണ്. ഓക്കെ, ഇനി which protocol is used to give IP address to computers in a network? അതായത് നമ്മുടെ നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിന് IP അഡ്രസ്സ് കൊടുക്കുന്ന പ്രോട്ടോക്കോൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. TCP/IP. ഓക്കെ, നമ്മുടെ TCP/IP പ്രോട്ടോക്കോളാണ് നമ്മുടെ നെറ്റ്വർക്കിലെ കമ്പ്യൂട്ടേഴ്സിന് IP അഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് വൈഫൈ? വൈഫൈയുടെ ഫുൾ ഫോം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വൈഫൈയുടെ ഫുൾ ഫോം ഇസ് വയർലെസ് ഫിഡിലിറ്റി. ഓക്കെ, ഇതാണ് വൈഫൈയുടെ ഫുൾ ഫോം. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വയർലെസ് ടെക്നോളജി ഈസ് യൂസ്ഡ് ലൈറ്റ് റേസ് ഫോർ ട്രാൻസ്ഫർ ഡേറ്റ ബിറ്റ്വീൻ ഡിവൈസസ്? ഓക്കെ, അപ്പോൾ ഏത് വയർലെസ് ടെക്നോളജിയാണ് ലൈറ്റ് റേസ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിവൈസുകൾ തമ്മിൽ ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി ലൈറ്റ് റേസ് യൂസ് ചെയ്യുന്ന വയർലെസ് ടെക്നോളജി ഏതാണ്? ബ്ലൂടൂത്ത്, വൈഫൈ, ലൈഫൈ ആൻഡ് നൺ ഓഫ് ദീസ്. ഏതായിരിക്കും? നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ലൈഫൈ എന്ന് പറയുന്ന വയർലെസ് നെറ്റ്വർക്ക് യൂസ് ചെയ്യുന്നത്
എന്താ ലൈറ്റ് റേസ് ആണ്. ഓക്കെ, വൈഫൈ എന്താ യൂസ് ചെയ്യുന്നത്? റേഡിയോ ഫ്രീക്വൻസി വേവ്സ് ആണ്. ഓക്കെ, ദെൻ ഹൗ മെനി പെയർസ് ഓഫ് വയേഴ്സ് ആർ പ്രസന്റ് ഇൻ എ UTP കേബിൾ? മിസ് പറഞ്ഞില്ല, ഓൾറെഡി ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഹൗ മെനി പെയർസ് ഓഫ് വയേഴ്സ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെയർ ആണ് ചോദിച്ചിരിക്കുന്നത്, അതായത് വയേഴ്സിന്റെ എത്ര പെയർ ആണ് UTPയിൽ കാണുന്നത്? 4 പെയർ. ഒരിക്കലും 8 കണ്ടിട്ട് 8 സെലക്ട് ചെയ്യരുത്, കാരണം ഇവർ ചോദിച്ചത് പെയർസ് ഓഫ് വയേഴ്സ് എന്നാണ്. ഇപ്പം ഇങ്ങനൊരു ടേം ഇല്ല, അതായത് ഹൗ മെനി വയേഴ്സ് ആർ പ്രസന്റ് ഇൻ എ UTP കേബിൾ എന്നാണ് ചോദ്യമെങ്കിൽ എന്തായിരിക്കും ആൻസർ? 8 ആയിരിക്കും ആൻസർ. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഹൗ മെനി പെയർസ് ഓഫ് വയേഴ്സ് എന്നാണ്. സോ ദ ആൻസർ ഇസ് 4. ഓക്കെ, ദെൻ ഡിഫറൻഷിയേറ്റ് ഹബ് ആൻഡ് സ്വിച്ച്. ഹബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് ഹബും സ്വിച്ചും തമ്മിലുള്ള ഡിഫറൻസ്? ആദ്യം തന്നെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇൻഫോർമേഷൻ എക്സ്ചേഞ്ച് ചെയ്യുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹബും സ്വിച്ചും യൂസ് ചെയ്യുന്നത്. ഇനി ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഹബ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേഷൻ അതിലെ ആ ഒരു നെറ്റ്വർക്കിലുള്ള എല്ലാ കമ്പ്യൂട്ടേഴ്സിലേക്കും പാസ് ചെയ്യും. എന്നാൽ സ്വിച്ച് ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ആ ഒരു ഇൻറ്റൻഡഡ് കമ്പ്യൂട്ടറിലേക്ക് മാത്രമായിരിക്കും ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഹബിൽ ട്രാഫിക് കൂടുതലായിരിക്കും, സ്വിച്ചിൽ ട്രാഫിക് കുറവായിരിക്കും. ദെൻ ഹബിൽ സ്പീഡ് കുറവായിരിക്കും, എന്നാൽ സ്വിച്ചിൽ ഹൈ സ്പീഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും ആ ഒരു 3 പോയിന്റ് ഇൻക്ലൂഡ് ചെയ്ത് എഴുതാം. Then the final question is explain about IPv4, അതായത് IP വേർഷൻ 4. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം IPv4 എന്ന് പറയുമ്പോഴേക്കും എന്താ, അവിടെ 4 പാർട്ടായിട്ടാണ് നമ്മുടെ IP അഡ്രസ്സ് 4 പാർട്ടായിട്ടായിരിക്കും കാണുന്നത്. ഓക്കെ, അതിൽ ഓരോന്നും എത്ര ബിറ്റ് യൂസ് ചെയ്യുന്നുണ്ട്? ഓരോ പാർട്ടും 8 ബിറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതായത് 1 ബൈറ്റ് വീതമാണ് ഓരോ പാർട്ടും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഇവിടെ നമുക്ക് വരുന്നത് 32 ബിറ്റ്സ് ആയിരിക്കും. ഓക്കെ, അതായത് 4 into 8 32 ബിറ്റ്സ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതിന് 4 പാർട്ട് ഉണ്ട്. പിന്നെന്താ നമ്മൾ പറഞ്ഞത്? ഈ 4 പാർട്ടും, അതായത് 8 ബിറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ 2⁸ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 256 ആണ്. സോ നമ്മുടെ ഓരോ പാർട്ടും എന്ന് പറയുന്നത് 0 മുതൽ 255 വരെയുള്ള നമ്പറിന് ഇടയിലായിരിക്കും. അതായത് 0 മുതൽ 255 വരെയുള്ള നമ്പറിന് ഇടയിലുള്ള നമ്പേഴ്സ് ആയിരിക്കും ഓരോ പാർട്ടും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ 3 പാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് നെറ്റ്വർക്കും ഫൈനൽ പാർട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു കമ്പ്യൂട്ടറിനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്? IPv4 കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതേണ്ടത്. ക്ലിയർ ആയില്ലേ ക്വസ്റ്റ്യൻസ് എല്ലാം? അങ്ങനെ നമ്മുടെ 5th ചാപ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നമ്മുടെ ആദ്യത്തെ തിയറി ചാപ്റ്റർ ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു തിയറി ചാപ്റ്റർ ആകെ 3 എണ്ണേ നമുക്കുള്ളൂ. നമുക്ക് മൊത്തം 10 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിൽ 7 ചാപ്റ്റർ പ്രാക്ടിക്കലായിട്ടും ബാക്കി 3 ചാപ്റ്ററിലാണ് നമുക്ക് ഫുൾ തിയറി വരുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ വിചാരിക്കും, അയ്യോ ആ 7 ചാപ്റ്റർ ഫുള്ള് പ്രാക്ടിക്കൽ, അപ്പോൾ ബാക്കി 3 ചാപ്റ്റർ തിയറിക്ക് ആ ഒരു 3 ചാപ്റ്റർ മാത്രം പഠിച്ചാൽ മതിയല്ലോ എന്ന് നിങ്ങൾ വിചാരിക്കും. എന്നാൽ അങ്ങനെയല്ല. തിയറിക്ക് ഈ 1 മുതൽ 10 വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കും. പ്രാക്ടിക്കൽ നമുക്ക് ആകെ ആ ഒരു 7 ചാപ്റ്ററിൽ നിന്ന് മാത്രമേ ചോദിക്കുകയുള്ളൂ. ഓക്കെ, എന്നാലും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കേണ്ട ഏത് ചാപ്റ്റേഴ്സിനാണ്? ഈ 3 ചാപ്റ്റേഴ്സിനാണ്. അപ്പോൾ അതിൽ 1ാമത്തെ ചാപ്റ്റർ ആയിരുന്നു ഈ ഒരു നെറ്റ്വർക്കിംഗ് എന്ന് നമ്മൾ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ പഠിപ്പിച്ചതെല്ലാം നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? സിമ്പിൾ ചാപ്റ്ററിൽ ചെറിയൊരു ചാപ്റ്റർ ആണ് അല്ലെ? വളരെ കുറച്ച് പോയിന്റ്സ് ഒക്കെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിപ്പിച്ച് തന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട മെയിൻ കാര്യം എന്താ? നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുന്നതെല്ലാം ഈ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ഫോർമാറ്റിലായിരിക്കും അല്ലേ? അതായത് 4 ഓപ്ഷൻ വരുന്ന രീതിയിൽ 2 ഓപ്ഷൻ വരുന്ന, അതായത് 4 എണ്ണത്തിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യാനും പിന്നെ 4 ഓപ്ഷനിൽ നിന്ന് 2 എണ്ണം സെലക്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത് തിയറിക്ക്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടണം. അതായത് നിങ്ങൾ തിയറി മുഴുവൻ ഇങ്ങനെ വായിച്ച് പഠിച്ച് മാത്രം വെച്ചിട്ട് കാര്യമില്ല. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ഫോർമാറ്റിൽ ഇത് വരുമ്പോൾ എങ്ങനെ ഇത് ആൻസർ ചെയ്യണം എന്നുള്ളതും കൂടെ പഠിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മുടെ ഗൈഡ് എടുക്കുക. അതിൻ്റെ അകത്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രീവിയസ് ഇയറിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം റെഫർ ചെയ്ത് ഒത്തിരി ക്വസ്റ്റ്യൻസ് ആ ഒരു സെയിം ഫോർമാറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഫർ ചെയ്ത് പഠിക്കാം. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.